Hi friends, Andro Creations like എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകും. താൽപര്യമുണ്ടെങ്കിൽ അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള കിടിലം ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് രണ്ട് ഫീച്ചേഴ്സുകൾ വാട്സപ്പ് നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഫീച്ചേഴ്സും രണ്ടാമതെന്ന് പറയുന്നത് വാൾപേപ്പറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫീച്ചേഴ്സുമാണ്. ഈ രണ്ട് ഫീച്ചേഴ്സും വളരെ ഉപകാരപ്രദമാകുന്ന ഫീച്ചറാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ രണ്ട് ഫീച്ചറും ഇപ്പോൾ നിങ്ങൾ പോയി വാട്സപ്പ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം എന്ന് പറയുന്നത് വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ രണ്ട് ഫീച്ചേഴ്സുകളും നമുക്കിപ്പോൾ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ രണ്ട് ഫീച്ചേഴ്സും കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ വാട്സപ്പ് ഒഫീഷ്യലിൻ്റെ സാധാരണ വാട്സപ്പാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്കിപ്പോൾ തന്നെ വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ വാട്സപ്പിൻ്റെ ബീറ്റ വേർഷൻ എങ്ങനെ ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പും ബീറ്റ വേർഷനിലേക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, എല്ലാം ക്ലിയർ ആയല്ല. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പ് വന്നിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സും എന്തൊക്കെയാണ്, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഫീച്ചറാണ്. ഈ ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കോണ്ടാക്റ്റിലോ ഓരോ ഗ്രൂപ്പുകളിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ആ ഒരു ഗ്രൂപ്പോ കോണ്ടാക്റ്റോ എടുത്തതിന് ശേഷം അവിടുത്തെ ഗ്രൂപ്പ് സെറ്റിംഗ്സിലോ അല്ലെങ്കിൽ കോണ്ടാക്ട് സെറ്റിംഗ്സിലോ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറയുന്നൊരു ഓപ്ഷനും അത് ഓണാക്കാനുള്ള ഒരു ഫീച്ചറും കാണാൻ സാധിക്കും. നിങ്ങളത് ഓണാക്കി കഴിയുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് വഴി നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ അല്ലെങ്കിൽ ഏത് കോണ്ടാക്റ്റിലാണോ നിങ്ങൾ ഓണാക്കിയിട്ടത് അതിൽ നിങ്ങൾ പിന്നീട് അയക്കുന്ന ചാറ്റിംഗ് മെസ്സേജുകൾ നിങ്ങൾക്ക് 7 ദിവസം വരെ മാത്രമേ അവരുടെ ചാറ്റ് ബോക്സിലും നിങ്ങളുടെ ചാറ്റ് ബോക്സിലും നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. 7 ദിവസം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മെസ്സേജ് ഡിലീറ്റ് ആയി പോകും. അവരുടെ നിന്ന് നമ്മൾ ആർക്കാണോ അയച്ചത് അവരുടെ കയ്യിൽ നിന്നും അവരുടെ ചാറ്റ് ബോക്സിൽ നിന്നും ഡിലീറ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നിന്നും ഡിലീറ്റ് ആവും എന്നുള്ളതാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഡിസപ്പിയർ ആവും. അതാണ് ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം. ഇനി അത് ആർക്കെങ്കിലൊക്കെ ഫോർവേഡ് ചെയ്ത് നിങ്ങൾ ഒരാൾക്ക് അയച്ചു, അയാൾ ആ ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡിലീറ്റ് ആയി പോകുക. ഫോർവേഡ് ചെയ്യാതെ അവരുടെ ചാറ്റ് ബോക്സിൽ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിലീറ്റ് ആയി പോകും എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തേത്. ഡിസപ്പിയറിംഗ് മെസ്സേജ് നിങ്ങൾ ഓൺ ആക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഏത് കോൺടാക്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണോ നിങ്ങൾക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓൺ ആക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺടാക്റ്റുകൾക്കെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആയിരിക്കണം. അഡ്മിൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പിൽ കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പിൽ മെമ്പേഴ്സിന് സെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, ഗ്രൂപ്പ് അഡ്മിന്മാർക്ക് മാത്രമേ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഗ്രൂപ്പുകളിൽ. ഇനി കോൺടാക്റ്റുകളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ഏത് കോൺടാക്റ്റിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കോൺടാക്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം മുകളിൽ ആ ഒരു കോൺടാക്റ്റിൻ്റെ കോൺടാക്ട് സെറ്റിംഗ്സിലേക്ക് ഈ ഒരു ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് സെറ്റിംഗ്സിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓഫ് ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മുകളിൽ ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ ആ ഒരു കോൺടാക്റ്റിലേക്ക് നിങ്ങൾക്ക് ഡിസപ്പിയർ മെസ്സേജ് ഓൺ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാൾപേപ്പർ. നേരത്തേക്ക് ഒരു വാൾപേപ്പർ നമുക്ക് വാട്സപ്പിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ചാറ്റുകൾക്കും അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പുകൾക്കും എല്ലാത്തിലും ഒന്നായിരിക്കുമല്ലോ. ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ ഏത് കോൺടാക്റ്റ് ഓപ്പൺ ചെയ്താലും ഏത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്താലും ആ ഒരു വാൾപേപ്പർ ആയിരിക്കും കാണുക എന്നുള്ളതാണ്. ഇനി അങ്ങനെയല്ല, നമുക്ക് ഓരോ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഓരോ കോൺടാക്റ്റിലും നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അതിലേക്ക് കൂടി പോകാം. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും കോൺടാക്റ്റോ ഗ്രൂപ്പുകളോ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം സൈഡിലായിട്ട് ഏറ്റവും മുകളിൽ 3 ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കുറച്ച് ബ്രൈറ്റ് ഡാർക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മൈ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് വാട്സപ്പ് തന്നെ നൽകിയിരിക്കുന്ന കുറച്ച് ഫോട്ടോസുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡീഫാൾട്ടായിട്ട് വാൾപേപ്പർ ആണെങ്കിൽ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസാണ് നിങ്ങൾക്ക് വാൾപേപ്പറായിട്ട് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ മൈ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് വന്നിരിക്കാൻ കാണാൻ സാധിക്കും. താഴെ സെറ്റ് വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഫോർ ദിസ് ചാറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺടാക്റ്റ് ആണ്. കോൺടാക്റ്റിൻ്റെ പേര് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാ ചാറ്റിനും എല്ലാത്തിലും വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്റ്റിന് മാത്രം വേണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫോർ ദിസ് ചാറ്റ് എന്ന കോൺടാക്റ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. ഇവിടെ തന്നെ നിങ്ങൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കോൺടാക്റ്റിൽ മാത്രമായിട്ട് നിങ്ങളുടെ വാൾപേപ്പർ സെറ്റ് ആകും എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു കോൺടാക്റ്റിലും അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് വെവ്വേറെ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.